എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളുടെ മനസ്സ് വായിക്കാൻ പോവാണ്. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ അടുത്ത 40 സെക്കൻഡിനുള്ളിൽ ഞാനത് നിങ്ങൾക്ക് തെളിയിച്ച് കാണിച്ചു തരാം. അതിനാൽ ഞാൻ നിങ്ങളോട് 4 ചോദ്യങ്ങൾ ചോദിക്കും. ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് 3 സെക്കൻഡ് മാത്രമാണ് സമയം ലഭിക്കുക ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. എത്ര സെക്കൻഡ്? 3 സെക്കൻഡ് മാത്രമാണ് നിങ്ങൾക്ക് സമയം ലഭിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൂവ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കൊണ്ടുവരിക. 1, 2, 3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൂത്ത് പേസ്റ്റ് അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 1, 2, 3. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വലത് കൈയിലെ 3 വിരലുകൾ ഉയർത്തുക. 3 വിരലുകൾ ഉയർത്തുക. 1, 2, 3. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നിനും 10നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക. 1, 2, 3. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 ക്വസ്റ്റ്യനും നമ്മൾ ചോദിച്ചു. ഇവിടെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ആളുകളും ഏകദേശം സെയിം ആൻസർ തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ആൻസറിലേക്ക് വരാം, ഒന്നാമത്തെ ഉത്തരത്തിലേക്ക് വരാം. ഒന്നാമത്തെ ഉത്തരം 90% ആൾക്കാരും റോസപ്പൂവായിരിക്കും അവർ മനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ കണ്ടത്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ടൂത്ത് പേസ്റ്റ് എന്നതിന് ചോദ്യത്തിന് ഉത്തരം കോൾഗേറ്റ് ആയിരിക്കും 90% ആൾക്കാരും, അല്ലെങ്കിൽ 85 മുതൽ 90% വരെ ആൾക്കാർ കോൾഗേറ്റ് ആയിരിക്കും മനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം 3 വിരലുകൾ വെക്കാൻ പറഞ്ഞപ്പോൾ വലത് കൈയിലെ ഈ 3 വിരലുകളായിരിക്കും 85% മുതൽ 90% ആൾക്കാരും പൊക്കിയിരിക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം 1 മുതൽ 10 വരെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യ വിചാരിക്കാൻ പറഞ്ഞു. 90% ആൾക്കാരും 7 എന്ന സംഖ്യ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നത്. ഇത് എന്തെങ്കിലും മാജിക്കോ മന്ത്രമോ തന്ത്രമോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഇത് മന്ത്രമോ തന്ത്രമോ ഒന്നുമല്ല. ഇറ്റ് ഈസ് എ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയുടെ ഫലമാണ് നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് എല്ലാവരും ഏകദേശം 90% ആൾക്കാരും ഒരേപോലത്തെ ആൻസർ കണ്ടെത്തിയത്, അല്ലെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. All of us have been programmed. And so basically, your life is unfortunately 95% from the program. There's soul consciousness, there's cosmic consciousness, there's divine consciousness, there's unity consciousness, there's Brahman consciousness. Impress an idea upon your subconscious mind. That alters the vibration of this instrument we call our body. So your body is a molecular structure, really what it is. His thought of freedom, his image of freedom, gradually sinks into his subconscious mind. It has to, by repetition. അപ്പോൾ നമുക്കൊന്ന് വിശദീകരിക്കാം എന്താണ് ഇതിനുള്ള പിന്നിലുള്ള രഹസ്യം എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം റോസപ്പൂവിനെ കുറിച്ച് ചോദിച്ചു. റോസപ്പൂ എന്തുകൊണ്ട് നിങ്ങൾ റോസ് എന്നുള്ള ഒരു പൂ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് റോസപ്പൂ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു? അതിനൊറ്റ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. കാരണം ഈ റോസപ്പൂ നിങ്ങൾ പലതവണ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, നിങ്ങളിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. നിങ്ങൾ പല സ്ഥലങ്ങളിൽ സിനിമയിലൂടെ അല്ലെങ്കിൽ പാട്ടുകളിലൂടെ കവിതകളിലൂടെയൊക്കെ നിങ്ങൾ ഇതിനെ കാണുകയും കേൾക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കാരണമാണ്. അങ്ങനെ ഒരു അനവധി തവണ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഈ സാധനം എത്തിയിട്ടുണ്ട്. ഡോമിനൻ്റ് ആയിട്ടുള്ള പുഷ്പം എന്ന് പറയുന്നത് റോസപ്പൂവാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ കയറി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപബോധ മനസ്സാണ് നിങ്ങൾക്ക് ആ റോസപ്പൂ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തന്നത്. അതായത് ഇവിടെ സംഭവിച്ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സെക്കൻഡ് മാത്രമാണ് ലഭിച്ചത്. അതായത് നിങ്ങൾ അണ്ടർ പ്രഷർ, നിങ്ങൾ പ്രഷറിലാണ്, കോൺഷ്യസ് മൈൻഡ് അവിടെ ലോക്കായിരിക്കുന്ന സമയമാണ്. അതായത് 3 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ വളരെ പരിമിതമാണ്. ആ പരിമിതമായ സമയത്ത് ആൻസർ കണ്ടെത്തുക എന്ന് പറയുന്നത് ബോധമനസ്സിനെ സംബന്ധിച്ച് ഡിഫിക്കൽട്ട്സ്. ബോധമനസ്സ് അവിടെ ലോക്ക്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ്. ബോധമനസ്സ് ലോക്കാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രഷറാണ്. പ്രഷർ അല്ലെങ്കിൽ ആ ഒരു സമയമില്ലായ്മ കൊണ്ടാണ് അത് ആക്റ്റീവ് ആകാതിരിക്കുകയും നിങ്ങൾക്ക് ഒരു തീരുമാനം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാതെയും ചെയ്തത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും അത് തന്നെയാണ് പ്രശ്നം. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് 3 സെക്കൻഡുകൾ മാത്രമാണ്. പിന്നെ നിങ്ങൾ അവിടെ ഒരു ദിനം യു ഹാവ് കൈൻഡ് ഓഫ് ഡൗട്ട്സ്, കൺഫ്യൂഷൻ, ഫിയർ, അങ്ങനെ കുറേ സംഭവങ്ങളുടെ ഒരു കൂട്ടം അല്ലേ. ഇതെല്ലാം കൂടി വന്ന് ആ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ അവിടെ തീരുമാനിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
അതിനുള്ള സിമ്പിൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ നിരവധി തവണ, ഒരുപാട് തവണ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ അത് ഓൾറെഡി കയറി കിടക്കുന്നുണ്ടെന്നുള്ള, അങ്ങനെ 100,000 കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കയറി കിടക്കുന്നുണ്ടല്ലേ, ഡോമിനൻ്റായിട്ട് കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ പല ആൾക്കാർക്കും അറിയാം, നമുക്കൊരു കോൺഷ്യസ് മൈൻഡുണ്ട്, നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. ഒരു കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധ മനസ്സും ഒരു ഉത്ബോധ മനസ്സുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ ഒരു 85-90% കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ഉപബോധ മനസ്സിലൂടെയാണെന്നുള്ളതാണ്. ബട്ട് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒരേ രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മിറാക്കിൾസുകൾ, അത്ഭുതങ്ങൾ സംഭവിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ആഗ്രഹങ്ങളോ അത് നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ചിലപ്പോൾ പ്രയത്നിക്കുന്നുണ്ടാവാം. പല ആൾക്കാർക്കും തങ്ങളുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് പോയി നേടിയെടുക്കാൻ പറ്റാത്തവരുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിന്നു പോയവരുണ്ട്, അല്ലെങ്കിൽ പല രീതികളാൽ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക്, നിങ്ങൾ ഈ ഒരു തമ്പനയിൽ ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്ന 60 seconds സീക്രട്ട് എന്നൊരു സംഭവമാണ് നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുവാനുള്ള കാരണം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാനൊരു 60 സെക്കൻഡ് ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ, ആ ഒരു മൈൻഡ് റീഡിങ് എന്നുള്ള സംഭവം ഞാൻ ചെയ്തത്. അപ്പോൾ ഈ 60 സെക്കൻഡ് ആ ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട്, എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങളൊരു +2 സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആഗ്രഹം എന്ന് വെച്ചാൽ IAS ക്രാക്ക് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ IIT ക്രാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം പാസ്സാകുക എന്നുള്ളതാണ് നിങ്ങൾ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ, ആഗ്രഹം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, പല ആൾക്കാരും IIT എക്സാം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്, IAS ശ്രമിക്കുന്നവരുണ്ട്, എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ശ്രമിക്കുന്നവരുണ്ട്, MBBS എൻട്രൻസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. പല ആൾക്കാരും ഇപ്പോൾ CA പോലുള്ള എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. പല ആൾക്കാരും കിട്ടാറില്ല. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവൻ ഒരു MBBS എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? നന്നായി പ്രയത്നിച്ചെങ്കിൽ മാത്രം അത് ലഭിക്കത്തുള്ളൂ. പക്ഷെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച്, സ്റ്റുഡൻസിനെ മാത്രമല്ല ഏതൊരു വ്യക്തിയും തങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. മൈൻഡ് ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ട്. നമുക്കൊരു ഫോക്കസ് ലഭിക്കുന്നില്ല. ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവൻ പഠിക്കാനിരിക്കുമ്പോൾ അവരുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ ഉടനെ എടുത്ത് നോക്കും. ഉടനെ എടുത്ത് നോക്കി സ്ക്രോൾ ചെയ്ത് അരമണിക്കൂർ, 20 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, അങ്ങനെ നിങ്ങൾ സമയം പോകുന്നത് അറിയില്ല. കാരണം നിങ്ങളുടെ പഠനത്തിൽ നിന്നും ഡീവിയേറ്റ് ആയി നിങ്ങളുടെ ഫോക്കസ് വേറെ സംഭവത്തിലേക്ക് പോയി, നിങ്ങളുടെ സമയം ഒരുപാട് പോയി എന്നുള്ളതാണ്. ഇത് ഒരു സ്റ്റുഡൻ്റില്ല, മിക്ക സ്റ്റുഡൻസിൻ്റെയും ഒരു പ്രശ്നം തന്നെയാണ്. ഈ പ്രസൻറ്റ് വേൾഡ് ഒരു പ്രശ്നം തന്നെയാണ്. ഫോക്കസ് ലഭിക്കുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു എക്സാമിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു, സമയം വെറുതെ ചിലവാകുന്നു, അല്ലെങ്കിൽ ടയർഡായി പോകുന്നു, ഒരു പഠിക്കാനായിരിക്കും ഫോക്കസ് ലഭിക്കുന്നു, ഉറക്കം വരുന്നു. അങ്ങനെ പല കാരണങ്ങളാൽ നന്നായി പഠനം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ സെറ്റ് ആയിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് അത് ഇംപ്രിന്റഡ് ആയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കാര്യങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നേടാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ന്യൂ ഇയർ വരെയാണ്, അല്ലേ? നമ്മൾ പുതിയ റെസൊല്യൂഷൻസ് എടുക്കുന്നുണ്ട്, പുതിയ ഗോൾ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ടെക്നിക്സ് നിങ്ങൾ ഉപയോഗിക്കുക. ഇത് നമ്മൾ ചെയ്യുന്ന 21 to 30 days ആണ് നിങ്ങളിത് ചെയ്യേണ്ടത്. 21 ദിവസം മുതൽ 30 ദിവസം വരെ മുടങ്ങാതെ നിങ്ങളിത് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ പ്രയത്നം ആരംഭിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പ്രയത്നം ആരംഭിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് പോകത്തില്ല, നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകത്തില്ല, നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടും പോകാതെ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. കാരണം യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക, ആ ഒരു ആഗ്രഹത്താൽ, ആ ഒരു ഗോളിനാൽ, ആ ഒരു ലക്ഷ്യത്താൽ ഡ്രിവൺ ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കാം. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അധികം സമയമൊന്നും ഉണ്ടാകും. ഓൺലി 60 seconds എവറി ഡേ, അടുത്ത 21 days to 30 days. അപ്പോൾ എങ്ങനെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ്
നിങ്ങളൊരു ഡയറി സംഘടിപ്പിക്കുക, ഒരു ഡയറിയോ ഒരു നോട്ട്ബുക്കോ നിങ്ങൾ സംഘടിപ്പിക്കുക. അതിൽ നിങ്ങൾ ഒരു 30 ഡേയ്സിൻ്റെ പേജസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ IAS പാസ്സാകുക എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ MBBS എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ IIT പാസ്സാകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ IIT എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എഴുതി വെക്കുക, ഞാൻ IIT എക്സാം ക്രാക്ക് ചെയ്തിരിക്കും, ഞാൻ IIT എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിരിക്കും എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അതുപോലെയാണ് നിങ്ങൾ MBBSനാണ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ MBBS എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായിരിക്കും എന്ത് വന്നാലും എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കുക. ദാറ്റ് ഈസ് യുവർ ഗോൾ. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളൊരു മെഴ്സിഡസ് ബെൻസ് കാർ എടുക്കണം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മെഴ്സിഡസ് ബെൻസ് കാർ എടുത്തിരിക്കും എന്ത് തന്നെ ആയാലും എന്നും പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കുക നിങ്ങളുടെ ബുക്കിൽ. അങ്ങനെ 30 ഡേയ്സ് 21 to 30 ഡേയ്സ് എഴുതി വെക്കുക. നിങ്ങളത് ഇപ്പോൾ ഈ നിമിഷം തന്നെ അതിന് തുടക്കമാവട്ടെ. ഇന്ന് ഈ വീഡിയോയുടെ അടിയിൽ പോയി നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഗോൾ എന്താണോ അത് നിങ്ങൾ എഴുതി വെക്കുക. I will crack IIT examination, അല്ലെങ്കിൽ I am going to crack IIT examination, അല്ലെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എക്സാമിനേഷൻ പാസ്സായിരിക്കും, അല്ലെങ്കിൽ ഞാൻ MBBS എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായിരിക്കും എന്ന് നിങ്ങൾ ശക്തമായി നല്ല ഇമോഷണൽ ഇൻറ്റൻസിറ്റിയോടുകൂടി നിങ്ങൾ എഴുതി വെക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ തുടങ്ങാം. ഇവിടെ തന്നെ ഒരു നല്ലൊരു തുടക്കമാവട്ടെ. ഈ വീഡിയോയുടെ അടി നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബുക്ക് എടുക്കുക, കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പോ അല്ല 10 മിനിറ്റ് 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് പോയി കിടന്നുറങ്ങാം. അങ്ങനെ നാളെ അങ്ങനെ 30 ഡേയ്സ് 21 to 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ 30 ദിവസം കഴിയുമ്പോൾ 31 ദിവസം മുതൽ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ആ ഒരു ജേണി ആരംഭിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യഥാർത്ഥമുള്ള യാത്ര ആരംഭിക്കേണ്ട അവിടെ മുതലാണ്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് സിഗ്നൽ തരും, ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളത് ചെയ്യരുത് മോനെ, ചെയ്യരുത്. നീ വളരെ സീരിയസ് ആയിട്ട് നീ പഠിക്കാനിരിക്കുകയാണ്, നിനക്ക് എക്സാമിനേഷൻ പാസ് ചെയ്യേണ്ടവനാണ്, അതുകൊണ്ട് നീ തൊടാതിരിക്കുക. അങ്ങനെ ആ ഇമ്മീഡിയറ്റ് സിഗ്നൽ നിങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ അവെയർ ആവുകയാണ്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അവെയർ ആവുകയാണ്. നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നൊരു ബീപ്പ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ ഫോക്കസ് അങ്ങോട്ട് പോവുകയും കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ട് പോവുകയും നിങ്ങളത് എടുത്ത് നോക്കി പിന്നെ അരമണിക്കൂർ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നു. ഇപ്പോൾ പുസ്തകം എടുക്കാൻ തന്നെ ഒരു 2 മിനിറ്റ് വായിച്ച് നിങ്ങൾക്ക് ഉറക്കം വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾക്ക് തളർച്ച ബാധിക്കുന്നു. ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ആ പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിന്നും നിങ്ങൾ ശ്രദ്ധ മാറിക്കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് സിഗ്നൽ തരും, നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്, നിങ്ങൾക്ക് പഠിച്ച് പാസ്സാവേണ്ടവനാണ്, എക്സാം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ജയിക്കാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ബോധമനസ്സ് നിങ്ങൾക്ക് പറഞ്ഞു. അതോടുകൂടി നിങ്ങൾ പെട്ടെന്ന് കോൺഷ്യസ് ആവുകയും നിങ്ങൾ ആ വിത്ത് സെക്കൻഡ്സിൽ തന്നെ നിങ്ങൾ അതിൻ്റെ ശ്രദ്ധ മാറ്റി വെച്ച് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. പഠനം മാത്രമല്ല എന്ത് തന്നെയായാലും നിങ്ങൾ ചെയ്യേണ്ട പ്രയത്നത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് പോകുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് എ ടെക്നിക്. ഇതാണ് ആ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ആൾക്കാരിൽ നമ്മൾ പ്രയോഗിച്ച് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ്. ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇന്ന് തന്നെ നിങ്ങൾ ഇത് തുടങ്ങുക. അതിന് ഭാഗമായിട്ട് ഈ കമൻറ്റ് അടിഞ്ഞ് എഴുതാൻ നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. എനിക്ക് IIT എക്സാമിനേഷൻ ഞാൻ പാസ്സായിരിക്കും. ഓക്കെ, അത് തന്നെ ആവട്ടെ. അങ്ങനെ ഇന്ന് തന്നെ ആ ഒരു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ആരംഭിക്കുക. എഴുതി വെക്കുക. അടുത്ത 30 ദിവസത്തേക്ക് ഐ എം ഷുവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നേടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനു വേണ്ടി പറയാനുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. വീണ്ടും നമുക്കൊരു പുതിയ ഒരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.